ശ്രീലളിതാ സഹസ്രനാമ സ്തോത്ര പഠനം 51 ഭാഗം. അമേ നാരായണ. നാമം 731. പ്രിയങ്കരി. ഈ പ്രപഞ്ചത്തിലെ സകലതിനും പ്രിയമായതെന്തോ അതാണ് ദേവി ലളിതാ ത്രിപുരസുന്ദരി. ദേവിയെ പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും മനുഷ്യരും ദേവന്മാരും അസുരന്മാരും ഒരുപോലെ ആരാധിക്കുന്നു. ഇനി ഭക്തന് പ്രിയമായതെന്തോ അത് നൽകുന്നവൾ എന്നർത്ഥത്തിലും ദേവിയെ പ്രിയങ്കരി എന്ന് വിളിക്കാറുണ്ട്. ദേവിയെ ആശ്രയിക്കുന്ന ഭക്തന് വേണ്ടത് ഭൗതിക സുഖങ്ങളാണെങ്കിലും ഇനി അതല്ല ആത്മീയമായ ഉയർച്ചയാണെങ്കിലും മോക്ഷം തന്നെയാണെങ്കിലും ഭക്തൻ എന്താണോ ആവശ്യം അത് നൽകി അനുഗ്രഹിക്കുന്ന ദേവി ലളിതാംബിക. 732 നാമം നാമപാരായണ പ്രീത. വലിയ വഴിപാടുകളെക്കാൾ ദേവി നാമപാരായണമാണ് ഇഷ്ടപ്പെടുന്നത്. സഹസ്രനാമം തുടർച്ചയായി പാരായണം ചെയ്യുന്നത് ദേവിക്ക് ഏറെ പ്രിയമത്രേ. ദേവിയുടെ നിർദ്ദേശപ്രകാരമാണ് വാഗ്ദേവിമാരായ വസിനി, കാമേശ്വരി, അരുണ, വിമല, ജയിനി, മോഹിനി, സർവേശ്വരി, കൗളിനി എന്നിവർ ചേർന്ന് ലളിതാ സഹസ്രനാമം എഴുതുന്നത് തന്നെ. ദേവി സഹസ്രനാമത്തിലെ 1000 നാമങ്ങളിൽ ഒരു നാമം പോലും ആവർത്തിച്ചു വരുന്നില്ല. ഭാവനയുടെ ഏറ്റവും ഉത്തംഗമായ രീതിയിൽ ദേവിയുടെ രൂപവും ഭാവവും വർണ്ണിക്കുകയാണ് സഹസ്രനാമത്തിൽ. ഇനി ദേവി ഭജനം നടത്താൻ ഏറ്റവും ആത്മാർത്ഥമായ രീതിയിൽ ദേവി ഭജനം നടത്താൻ ഒരുവനെ അല്ലെങ്കിൽ ഒരുവളെ ദേവി തിരഞ്ഞെടുക്കുകയാണ്. ദേവി ആഗ്രഹിക്കാതെ നമുക്കൊരിക്കലും ദേവി ഭക്തനോ അല്ലെങ്കിൽ ദേവി ഭക്തയോ ആവുക സാധ്യമല്ല. മൂകാംബിക യാത്രയെ പറ്റിയാണ് ഏറ്റവും അധികം ഞാനിത് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ദേവി ആഗ്രഹിക്കാതെ, ആ മൂകാംബികാ ദേവി നമ്മളെ കാണണമെന്ന് ആഗ്രഹിക്കാതെ നമുക്കൊരിക്കലും ആ സന്നിധിയിൽ എത്തിച്ചേരാനാകില്ല അത്രേ. 733 നന്ദിവിദ്യ. മുൻപൊരിക്കൽ ചന്ദ്രവിദ്യ എന്ന് ദേവിയെ വിളിക്കുകയുണ്ടായി. ദേവിയുടെ പ്രധാന ഉപാസകരായി മനു, ചന്ദ്രൻ, കുബേരൻ, ലോപമുദ്ര, മന്മഥൻ, അഗസ്ത്യൻ, ഇന്ദ്രൻ, സ്കന്ദൻ, ശിവൻ, നന്ദി, ദുർവാസാവ് എന്നിങ്ങനെ കുറച്ച് പേരുടെ പേരുകൾ നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ അവരിൽ ഒരു പ്രധാനിയാണ് ചന്ദ്രൻ. പിന്നീട് കുബേരൻ ഒരു പ്രധാന ഉപാസകനാണ് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ പറയുന്നു നന്ദി വിദ്യ. നന്ദിയും ദേവിയുടെ ശ്രീവിദ്യാ ഉപാസകരിൽ പ്രധാനിയായ ഒരുവനാണ് നന്ദികേശ്വരൻ. ആ നന്ദികേശ്വരനാൽ ഉപാസിക്കപ്പെടുന്ന നന്ദികേശ്വരൻ ഉപാസനയാൽ ആർജിച്ച ശ്രീവിദ്യ. പഞ്ചദശി മന്ത്രം ചൊല്ലി ശ്രീവിദ്യാ ഉപാസന നടത്തിയിരുന്ന ആ നന്ദികേശ്വരൻ ഉപാസിച്ചിരുന്ന ശ്രീവിദ്യാമൂർത്തിയായ ദേവിയെയാണ് നന്ദിവിദ്യ എന്ന് വിളിക്കുന്നത്. 734 നാമം നടേശ്വരി. നടരാജനായ പരമശിവന്റെ പത്നിയായ ശ്രീ ലളിതാ ത്രിപുരസുന്ദരിയെയാണ് നടേശ്വരി എന്ന് വിളിക്കുന്നത്. നാട്യശാസ്ത്രപ്രകാരം പുരുഷന് താണ്ഡവവും സ്ത്രീക്ക് നാട്യം അഥവാ ലാസ്യവുമാണ് പറഞ്ഞിട്ടുള്ളത്. ദേവി ലാസ്യകലയുടെ അധീശ്വരി എന്നർത്ഥത്തിലാണ് ദേവിയെ നടേശ്വരി എന്ന് വിളിക്കുന്നത്. ഇനി 64 കാമകലകൾക്കും അധീശ്വരിയാണ് ദേവി എന്ന് പറഞ്ഞു. ആ കാമകലകളിൽ ഒന്നാണ് നാട്യശാസ്ത്രം. 735 നാമം മിഥ്യാ ജഗതധിഷ്ഠാന. മിഥ്യയായ മായാലോകമായ ഈ പ്രപഞ്ചത്തിന് അധിഷ്ഠാനം നൽകുന്ന, ഒരു ബാലൻസ് നൽകുന്ന, ഒരു ഫൗണ്ടേഷൻ നൽകുന്ന, ഒരു സപ്പോർട്ട് നൽകുന്ന, അതിന് താങ്ങായി നിൽക്കുന്ന ദേവി ലളിതാംബിക. ഈ പ്രപഞ്ചത്തിലുള്ള സകലതും മായയാണ് എന്നിരിക്കെ അതിനൊരു രൂപം നൽകുന്നത് ദേവിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സത്വ, രജോ, തമോ ഗുണങ്ങളാണ്. അതിനാൽ മായയായ ഈ പ്രപഞ്ചത്തിന് താങ്ങാവുന്ന ദേവി ലളിതാംബിക. 736 നാമം മുക്തിദ. മുക്തി നൽകുന്നവൾ. മുക്തി അഥവാ മോക്ഷം നൽകുന്ന, ആ കൈവല്യ പദത്തിലേക്ക് നയിക്കുന്ന ദേവി ലളിതാംബിക. നാം പറഞ്ഞു ശിവനെ പ്രാപ്യമാകുന്നത് ശക്തിയിലൂടെ മാത്രമാണ്. ശിവൻ എന്നാൽ ആ ബ്രഹ്മം, മോക്ഷം. ആ മോക്ഷത്തിലേക്കുള്ള പദം, ആ വഴിയൊരുക്കുന്നത് ദേവി ലളിതാംബികയാണ്.
737 മുക്തിരൂപിണി. മുക്തി നൽകുന്നവളാണ് ദേവി എന്ന് മുൻപേ തന്നെ പറഞ്ഞു. ദേവി മുക്തി തന്നെ രൂപമാക്കിയവളാണ്. നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒന്നിനെ മാത്രമേ നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാനായി സാധിക്കൂ. സന്തോഷമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവർക്കും സന്തോഷം നൽകാനായി സാധിക്കൂ. നമ്മുടെ ഉള്ളിൽ ദയ നിറഞ്ഞിരിക്കുമ്പോൾ, നാം നമ്മോട് തന്നെ ദയാലുവായിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് ദയാലുവാൻ സാധിക്കുള്ളൂ. ഇവിടെ ദേവി മുക്തി തന്നെ സ്വരൂപമാക്കിയവളാണ്. അതിനാൽ ദേവി മറ്റുള്ളവർക്ക് മുക്തി നൽകുന്നു. 738 നാമം ലാസ്യപ്രിയ. ദേവി നടേശ്വരിയാണ് എന്ന് പറഞ്ഞു. സ്ത്രീയുടെ നൃത്തമാണ് ലാസ്യഭാവത്തോടെയുള്ള നൃത്തം. ആ ലാസ്യ പ്രിയങ്കരിയായ ദേവി ലളിതാംബിക. ദേവി നൃത്തം ചെയ്യുന്നതിനോടൊപ്പം നൃത്തം ചെയ്യുന്നവർ ദേവിക്കേറെ പ്രിയപ്പെട്ടവരാണ്. 739 നാമം ലയകരി. സകലത്തിനും ഒരു സന്തുലിതാവസ്ഥ, ഒരു ലയം നൽകുന്ന ദേവി ലളിതാംബിക. സന്തോഷ സന്താപങ്ങളായാലും വൃദ്ധി ക്ഷയങ്ങളായാലും എല്ലാത്തിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന, എല്ലാത്തിനും ഒരു ഹാർമണി സൃഷ്ടിക്കുന്ന ദേവി ലളിതാംബിക. ജനന മരണനിരക്ക് ഒരു സന്തുലിതാവസ്ഥയിൽ പോകണം. ഏതെങ്കിലും ഒരു മനുഷ്യന്മാരെ കൊണ്ടുള്ള അക്രമം സഹിക്കാവയ്യാതെയാകുമ്പോൾ, ഭൂമിദേവിക്ക് ആ ഭാരം താങ്ങാതെയാകുമ്പോഴാണ് ഒരു മഹാപ്രളയം വന്ന് ഈ പ്രപഞ്ചം ഒന്നാകെ ഇല്ലാതെയാവുകയും പുതിയൊരു യുഗം ആരംഭിക്കും എന്ന് പുരാണങ്ങളിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത അനുഭവമായ കൊറോണ പോലെയുള്ളൊരു പാൻഡമിക് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ദുഷ്പ്രവർത്തികൾ കൊണ്ട് ഭൂമി നശിക്കുന്നൊരവസരം ഉണ്ടാകുമ്പോൾ ഒരു പാർട്ട് ഓഫ് പോപ്പുലേഷനെ ഭൂമി തന്നെ ഇല്ലാതെയാക്കുന്നു. ഈ വിധം എല്ലാത്തിനെയും സന്തുലിതമായി നിലനിർത്തുന്ന, ഒരു ലയം തീർക്കുന്ന ദേവി ലളിതാംബിക. 740 നാമം ലജ്ജ. യഥാർത്ഥ ഭക്തനു മുന്നിൽ മാത്രം പ്രത്യക്ഷയാകുന്ന, തൻ്റെ ആരാധനാ രീതികളിലെല്ലാം ഒരു രഹസ്യ സ്വഭാവം നിലനിർത്തുന്ന ദേവിയെയാണ് ലജ്ജ എന്ന് വർണ്ണിക്കുന്നത്.